ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. സുഖമല്ലേ എല്ലാവർക്കും? റംലാസ് കിച്ചൻ എന്ന് പറഞ്ഞ എൻ്റെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ബീഫ് കറി ആയിട്ടാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി നമ്മൾക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്കൊരു ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 3/4 ടേബിൾ സ്പൂണ് മുളകിടാം. മല്ലി മുളക് ഒക്കെ ഒന്നിച്ച് പൊടിച്ച മുളക് പൊടിയാണ്. അത് നന്നായി ചെറിയ തീയിലൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടായി മൂത്ത് വരുമ്പോൾ നമ്മൾക്കത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വെക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ മുളകിൻ്റെ അതേ ചൂടിലിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുക്കർ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണ് ഉലുവ, ഒരു 2 ഏലക്ക, അതേപോലെ 2 പട്ട, 2 കറാമ്പ്, ഒരു കഷ്ണം പട്ട, ഇത്രയും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. എല്ലാം മൂത്ത് വരുമ്പം അതിലേക്ക് ഞാനൊരു 10 ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത്, അതേപോലെ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. നമ്മൾ വേറെ ഉള്ളിയും തക്കാളി ഇതൊന്നും വഴറ്റാതെയാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാം തന്നെ നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അത് ഓഫാക്കി നമ്മൾക്ക് കുക്കർ മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ 4 സവാളയാണ്, 4 വലിയ ഉള്ളി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഒരു 5 ചെറിയ തക്കാളി, പഴുത്ത തക്കാളിയാണ്, അത് ഇട്ട് കൊടുത്ത് ഒരു 6 പച്ചമുളക് ഇട്ട് കൊടുത്ത് അത് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്കൊരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മളെ മുളക് മസാല പൊടി അതും ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നമ്മൾ ബീഫ് എടുത്ത് അതും ചേർത്ത് കൊടുക്കാം. ഈ മുളക് മസാലയിലേക്ക് അത് ഇട്ട് കൊടുക്കാം. എല്ലാ ബീഫും ഒരേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞെരുമ്പി നന്നായിട്ട് മിക്സാക്കണം. കൈകൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മൾക്ക് ഗ്യാസ് അടുപ്പിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ ഗ്യാസ് അടുപ്പിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇറച്ചിയിൽ നിന്ന് വെള്ളം നമ്മൾക്ക് ഇറങ്ങും, അതുകൊണ്ടാണ് 3/4 കപ്പ് വെള്ളം മാത്രം ഞാൻ ഒഴിച്ച് കൊടുത്തത്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് കുക്കർ അടച്ച് ഒരു 8 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഓരോ കുക്കറിന് ഓരോ വേവായിരിക്കും ഇറച്ചിക്ക്. എൻ്റെ കുക്കറിൽ 8 വിസിൽ വന്നാൽ തന്നെ നന്നായിട്ട് ഇറച്ചി വെന്ത് കിട്ടും. ഞാൻ 8 വിസിൽ വന്നപ്പോൾ ഓഫാക്കി ഇട്ടതാണ്. ഇറച്ചിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം തന്നെ നല്ലതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ വീണ്ടും ഒരു 3/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ തിളച്ച് വരുമ്പം അതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ, നല്ല വെള്ളം അധികം ചേർക്കാതെ വെള്ളം കുറച്ച് വേണം നമ്മൾക്ക് തേങ്ങ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ തേങ്ങയുടെ ഒന്നാം പാൽ 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതും നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാലും കറിയും എല്ലാം ഒരുപോലെ മിക്സായി നല്ലതുപോലെ തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം ലാസ്റ്റ് നമ്മൾക്ക് അതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും അതേപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ കറിവേപ്പില. അതാണ് എൻ്റെ ഫുഡിലൊക്കെ ഞാൻ അധികം കറിവേപ്പില ഇട്ട് കൊടുക്കും. ഈ ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ കൂടുതലായിട്ട് എനിക്ക് വേണം. നമ്മളെ കറിയെല്ലാം നല്ലതുപോലെ സെറ്റായതിന് ശേഷം നമ്മൾക്ക് ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാം, സപ്പോർട്ട് തരാം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ വരുന്നതാണ്. അതേപോലെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കെങ്കിലും നിങ്ങൾ അടിച്ചിട്ട് പോകണം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.